ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആൻ്റണി ചേട്ടനായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എമ്പുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത്? ആ തോട്ട് എവിടെ നിന്നാണ് വന്നത്? അല്ല, നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ പ്രേക്ഷകരായിട്ടിത് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, 25-26 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അന്ന് മുതലുള്ള ആ ഒരു സക്സസ്സിൽ നിന്ന് നമ്മൾ വളർന്ന് നമ്മൾ ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാറ് പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, ഒരു സ്വപ്നം. ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൂടെ എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടി, അതിൽ രാജുവിനെ എനിക്ക് കിട്ടി. എൻ്റെ സ്വപ്നങ്ങൾ നടത്തിത്തരാൻ പാകത്തിന് ലാൽ സാറിനെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നു.